Hello dears, welcome to the class. Today we are going to introduce our first unit, Peely's village. Peelyude Gramam. Okay, let's start our class. Hi friends, our summer holidays are about to end. Before that, Peely has invited her classmates to her village. Peely's 4 friends are getting prepared for the trip to the village. Don't you also like to travel? Shall we also go to Peely's village with them? കൂട്ടുകാരെ, അവധിക്കാലം തീരാൻ പോവുകയാണ്. അതിനു മുമ്പ് പീലി സഹപാഠികളെ തൻ്റെ ഗ്രാമത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ഗ്രാമം സന്ദർശിക്കാനുള്ള ഒരുക്കത്തിലാണ് പീലിയുടെ കൂട്ടുകാരായ 4 പേർ. നിങ്ങൾക്കും യാത്രകൾ ഇഷ്ടമല്ലേ? നമുക്കും അവർക്കൊപ്പം പീലിയുടെ ഗ്രാമത്തിലൊന്ന് പോയി വന്നാലോ? അപ്പോൾ വേനലവധി കഴിയാനായി അല്ലേ? പീലി അവളുടെ കൂടെ പഠിക്കുന്ന സഹപാഠികളെ എന്ന് പറഞ്ഞാൽ ഒപ്പം പഠിക്കുന്ന കുട്ടികളെ പീലിയുടെ ഗ്രാമത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ 4 പേരും പീലിയുടെ ഗ്രാമത്തിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ്. നമുക്കും അവരുടെ കൂടെ പോകാം. ലെറ്റ്സ് ഗെറ്റ് ടു നോ ഈച്ച് അതർ ബിഫോർ അവർ ട്രിപ്പ്. യാത്രയ്ക്ക് മുമ്പ് നമുക്ക് പരസ്പരം ഒന്ന് പരിചയപ്പെടാം. ആരൊക്കെയാണ് പോകുന്നത് എന്ന് നോക്കാം. I am Neenu. I move around on a wheelchair. My home is at the government offices quarters near the city. I have a younger brother also. വീൽ ചെയറിലിരിക്കുന്ന കുട്ടി പറയുകയാണ്, ഞാൻ നീനു. ഞാൻ സഞ്ചരിക്കുന്നത് വീൽ ചെയറിലാണ്. എൻ്റെ വീട് നഗരത്തോട് ചേർന്ന സർക്കാർ ഉദ്യോഗസ്ഥരുടെ ക്വാർട്ടേഴ്സിലാണ്. എനിക്കൊരു അനിയൻ കൂടിയുണ്ട്. വീൽ ചെയറിലിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ആ കുട്ടിക്ക് നടക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് അല്ലേ? നീനു എന്നാണ് പേര്. എവിടെയാണ് വീട്? നഗരത്തോട് ചേർന്ന് സർക്കാർ ഉദ്യോഗസ്ഥരുടെ ക്വാർട്ടേഴ്സിലാണ്. സർക്കാർ ഉദ്യോഗസ്ഥർ എന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ കീഴിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർ. അവർക്ക് സർക്കാർ താമസിക്കുന്നതിനായി ക്വാർട്ടേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതിലാണ് ആ കുട്ടി താമസിക്കുന്നത്. അവൾക്കൊരു അനിയൻ കൂടി ഉണ്ട്. നെക്സ്റ്റ്, My name is Appu. My house is in a slum in the city. I have only Amma at home. My Amma is a worker in a textile mill. അടുത്ത കുട്ടി പറയാണ്, എൻ്റെ പേര് അപ്പു. നഗരത്തിലെ ഒരു ചേരിയിലാണ് എൻ്റെ വീട്. അമ്മ മാത്രമാണ് എനിക്കുള്ളത്. തുണിമിൽ തൊഴിലാളിയാണ് എൻ്റെ അമ്മ. നഗരത്തോട് ചേർന്ന് പാവപ്പെട്ടവർ താമസിക്കുന്ന ഒരു പ്രദേശമാണ് ചേരി എന്ന് പറയുന്നത്. അവർക്ക് ആവശ്യമായ നല്ല ഒരു സാഹചര്യമൊന്നും അവിടെ ഉണ്ടാവില്ല. വൃത്തിയോ അതുപോലെ തന്നെ ജീവിത സാഹചര്യങ്ങളോ ഉറപ്പുള്ള പാർപ്പിടമോ ഒന്നും ചേരികളിൽ കാണാറില്ല. അപ്പോൾ അവിടെ നിന്നാണ് അപ്പു വരുന്നത്. അപ്പുവിന് ആരാണുള്ളത്? ഒരു അമ്മ മാത്രമേ ഉള്ളൂ. അമ്മ എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? തുണിമില്ലിലാണ് വർക്ക് ചെയ്യുന്നത്. മൈ നെയിം ഈസ് വിക്കി. ഐ ലിവ് ഇൻ ആൻ അപ്പാർട്ട്മെൻറ്റ് ഇൻ ദ സിറ്റി. My papa is a businessman. My mom runs her own textile shop. അടുത്ത കുട്ടി പറയാണ്, എൻ്റെ പേര് വിക്കി. നഗരത്തിലെ ഒരു അപ്പാർട്ട്മെൻറ്റിലാണ് ഞാൻ താമസിക്കുന്നത്. എൻ്റെ പപ്പ ഒരു ബിസിനസ്സുകാരനാണ്. എൻ്റെ മമ്മി സ്വന്തമായി ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് നടത്തുന്നുണ്ട്. അപ്പോൾ വിക്കി എവിടെയാണ് താമസിക്കുന്നത്? നഗരത്തിലെ ഒരു അപ്പാർട്ട്മെൻറ്റിലാണ്. അപ്പാർട്ട്മെൻറ്റിൽ താമസിക്കുമ്പോൾ വിക്കി കുറച്ച് സാമ്പത്തികമായി ഉള്ള ഒരു കൂട്ടത്തിലാണ് അല്ലേ? അപ്പാർട്ട്മെൻറ്റ് എല്ലാവർക്കും കണ്ടിട്ടില്ലേ? ഇതാണ് അപ്പാർട്ട്മെൻറ്റ്. ഒരുപാട് കുടുംബങ്ങൾ ഒരുമിച്ച് താമസിക്കുന്ന വലിയ കെട്ടിടങ്ങളാണ് അപ്പാർട്ട്മെൻറ്റുകൾ എന്ന് പറയുന്നത്. വിക്കിയുടെ പപ്പ ഒരു ബിസിനസ്സുകാരനാണ്. മമ്മിക്കോ സ്വന്തമായിട്ട് ഒരു ടെക്സ്റ്റൈൽസ് ഷോപ്പും ഉണ്ട്. നെക്സ്റ്റ്, ഐ ആം ചമേലി. വി ആർ നേറ്റീവ്സ് ഓഫ് ആസാം. മൈ മാ, പാപ്പ ആൻഡ് ഐ ഹാവ് ബീൻ ലിവിങ് ഇൻ കേരള ഫോർ മെനി ഇയേഴ്സ്. We came to Kerala when I was 5 years old. We live in a place where the people from other states live together. അടുത്തത്, ഞാൻ ചമേലി. ഞങ്ങൾ അസം സ്വദേശികളാണ്. ഞാനും മായും പാപ്പയും വർഷങ്ങളായി കേരളത്തിലാണ് താമസിക്കുന്നത്. എനിക്ക് 5 വയസ്സുള്ളപ്പോഴാണ് ഞങ്ങൾ കേരളത്തിൽ എത്തിയത്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നവർ കൂട്ടമായി താമസിക്കുന്ന ഒരിടത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. ചമേലി അപ്പോൾ ഒരു മലയാളിയല്ല. എവിടെ നിന്ന് വന്നതാണ്? അസമിൽ നിന്ന് വന്ന ഒരു ഇതര സംസ്ഥാന തൊഴിലാളിയുടെ മകളാണ് ചമേലി. അപ്പോൾ ചമേലിയുടെ കൂടെ ആരൊക്കെയുണ്ട്? മായും പാപ്പയും ഉണ്ട്.
ഒരുപാട് സംസ്ഥാനങ്ങളുണ്ട് ഇന്ത്യയിൽ അല്ലേ? അതിലൊന്നിൽ നിന്ന് വന്നതാണ് ചമേലി, അസം. അപ്പോൾ ഓരോ സംസ്ഥാനത്ത് നിന്ന് വരുന്ന ആളുകൾ കൂട്ടത്തോടെ ചിലയിടങ്ങളിൽ താമസിക്കാറുണ്ട്. അതുപോലെ തന്നെ അസമിൽ നിന്ന് വന്ന ആളുകൾ കൂട്ടത്തോടെ താമസിക്കുന്ന ഒരു സ്ഥലത്താണ് ചമേലി താമസിക്കുന്നത്. ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് ആസ് ദ 5th person ഇൻ ദ ഗ്രൂപ്പ് ബൈ ഡ്രോയിങ് യുവർ പിക്ചർ. കൂട്ടത്തിലെ 5ാമത്തെ ആളായി നിങ്ങളെ വരച്ചു ചേർത്ത് സ്വയം പരിചയപ്പെടുത്തൂ. മൈ നെയിം ഈസ് അജു. ഐ ആം ലിവിങ് ഇൻ എ വില്ലേജ് വിത്ത് മൈ പാരൻസ്. My father is a mechanic and my mother is a housemaker. I have a brother. എൻ്റെ പേര് അജു. ഞാൻ താമസിക്കുന്നത് ഒരു ഗ്രാമത്തിലാണ്. എൻ്റെ രക്ഷിതാക്കളോടൊപ്പം എൻ്റെ അച്ഛൻ ഒരു മെക്കാനിക്കും അമ്മ ഹൗസ് വൈഫുമാണ്, വീട്ടമ്മയാണ്. എനിക്കൊരു സഹോദരൻ കൂടി ഉണ്ട്. ഗസ്റ്റ് വർക്കേഴ്സ് ആർ കമ്മിങ് ടു കേരള ഫ്രം അതർ സ്റ്റേറ്റ്സ്. Most of them come as families from the states of Assam, Bihar, West Bengal and Jharkhand. Their children are being educated in public schools in Kerala. Thus, Chameli is also studying in Kerala. Chameli calls her mother and father Ma and Papa respectively. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് അതിഥി തൊഴിലാളികൾ എത്തുന്നുണ്ട്. അസം, ബീഹാർ, പശ്ചിമ ബംഗാൾ, ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുമാണ് കൂടുതൽ പേരും കുടുംബമായി എത്തുന്നത്. അവരുടെ മക്കളെ കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ പഠിപ്പിക്കുന്നു. അങ്ങനെ ചമേലിയും കേരളത്തിൽ പഠിക്കുന്നുണ്ട്. മാ എന്നും പാപ്പ എന്നുമാണ് ചമേലി അമ്മയെയും അച്ഛനെയും വിളിക്കുന്നത്. അപ്പോൾ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന തൊഴിലാളികളെയാണ് നമ്മൾ ഇതര സംസ്ഥാന തൊഴിലാളികൾ എന്ന് പറയുന്നത്, അതിഥി തൊഴിലാളികൾ. കൂടുതലായും എവിടെ നിന്നാണ് വരുന്നത്? അസം, ബീഹാർ, പശ്ചിമ ബംഗാൾ, ജാർഖണ്ഡ് എന്നീ സ്ഥലങ്ങളിൽ നിന്നുമാണ് അവർ കുടുംബമായി കേരളത്തിലേക്ക് വരുന്നത്. ഹാവ് യു ഇൻട്രൊഡ്യൂസ്ഡ് യുവർ സെൽഫ്? ട്രൈ ടു ക്രിയേറ്റ് ആൻ എക്സ്റ്റെൻഡഡ് പേഴ്സണൽ പ്രൊഫൈൽ, പേഴ്സണൽ ഇൻഫർമേഷൻ ബൈ ആഡിംഗ് യുവർ ഹോബീസ്, leisure time, activities, wishes and dreams along with the information you have already mentioned. Your teacher will also help. നിങ്ങൾ സ്വയം പരിചയപ്പെടുത്തിയല്ലോ. നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞ വിവരങ്ങളോടൊപ്പം നിങ്ങളുടെ ഹോബി, ഒഴിവ് സമയം ചിലവഴിക്കുന്ന രീതികൾ, ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങൾ എന്നിവയെല്ലാം ചേർത്ത് വിപുലപ്പെടുത്തിയ വ്യക്തിഗത പ്രൊഫൈൽ അഥവാ വ്യക്തിഗത വിവരങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഹോബീസ് എന്ന് പറയുന്നത് പ്ലേയിങ്, ഡ്രോയിങ്, ഡാൻസിങ്, നമുക്ക് ചെയ്യാൻ ഇഷ്ടമുള്ളത്. ലീഷർ ടൈം, ഒഴിവ് സമയം ചെയ്യുന്നത് ഗാർഡനിങ്, ലിസണിങ് മ്യൂസിക്. അതുപോലെ തന്നെ വിഷ് ആൻഡ് ഡ്രീം, ആഗ്രഹമുള്ളത് ടു ബിക്കം എ സയൻറ്റിസ്റ്റ്. ഇതുപോലെ തന്നെ നിങ്ങളുടെ ഹോബീസും ലീഷർ ടൈമും വിഷ് ആൻഡ് ഡ്രീമും എഴുതി കംപ്ലീറ്റ് ചെയ്യുക. ലെറ്റ്സ് ഗെറ്റ് റെഡി ഫോർ അവർ ട്രിപ്പ്. ടുഡേ വി ആർ ഗോയിങ് ടു അണ്ടർടേക്ക് എ ട്രിപ്പ് which we have been longing for a long time. At last we are leaving today. I tried really hard to get permission from home. You know that I don't go everywhere. നമ്മൾ എത്ര കാലമായി ആഗ്രഹിക്കുന്ന യാത്രയാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. വീട്ടിൽ നിന്നൊന്ന് സമ്മതിച്ച് കിട്ടാൻ ഞാൻ കുറേ പാടുപെട്ടു. എല്ലായിടത്തും പോകാറുള്ള ആളല്ല ഞാനെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ നീനു പറയുകയാണ്, നമ്മൾ എത്ര കാലമായിട്ട് ആഗ്രഹിച്ച ഒരു യാത്രയാണ് ഇത് അല്ലേ. വീട്ടിൽ നിന്ന് സമ്മതിക്കാനൊക്കെ വളരെ പാടുപെട്ടു. കാരണം നീനുവിന് കാല് വയ്യാത്തതാണ്. അപ്പോൾ എല്ലായിടത്തും പോകാനായിട്ട് വീട്ടുകാർ സമ്മതിക്കില്ല. എന്തോ ഭാഗ്യം കൊണ്ട് ഈ യാത്ര അവർ സമ്മതിച്ചു. പപ്പ ആൻഡ് മമ്മി റിലക്റ്റൻ്റ്ലി ലെറ്റ് മീ ഗോ. They don't allow me to go to places far away alone. I had to struggle hard to get consent. You are the only friends I have here. Mummy has strictly asked me not to eat anything from there. പപ്പായും മമ്മിയും മനസ്സിലാ മനസ്സോടെയാണ് എന്നെയും വിട്ടത്. എന്നെ ദൂരേക്കൊന്നും ഒറ്റയ്ക്ക് വിടാറില്ല. സമ്മതം കിട്ടാൻ നന്നായി ശ്രമിക്കേണ്ടി വന്നു. എനിക്കിവിടെ ആകെയുള്ള കൂട്ടുകാർ നിങ്ങളാണ്. അവിടെ പോയി ഒന്നും കഴിക്കരുതെന്ന് മമ്മി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വിക്കി പറയാണ്, പപ്പയ്ക്കും മമ്മിക്കും ഒന്നും എന്നെ വിടാനായിട്ട് വലിയ മനസ്സൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് കഷ്ടപ്പെടേണ്ടി വന്നു അവരെ ഒന്ന് സമ്മതിപ്പിച്ച് എടുക്കാനായിട്ട്. മമ്മി പറഞ്ഞിട്ടുണ്ട് അവിടെ പോയി ഭക്ഷണമൊന്നും കഴിക്കരുത് എന്ന്. കാരണം അവിടെ എന്താണ് എങ്ങനെയാണ് എന്നറിയില്ല അല്ലേ. അപ്പോൾ വൃത്തിയില്ലാത്ത ഭക്ഷണമോ പറ്റാത്ത ആഹാര സാധനങ്ങൾ എന്തെങ്കിലും തിന്ന് അസുഖങ്ങൾ വന്നാലോ എന്ന് പേടിച്ചിട്ടാണ് മമ്മി അങ്ങനെ പറഞ്ഞിട്ടുള്ളത്.
Ma is always scared wherever I go. Most of the people here keep a distance while dealing with us. I have told Peely about this. She has assured that no one in her village will keep distance. That's why I am coming. ചമേലി പറയാണ്, ഞാൻ എവിടെ പോയാലും മായ്ക്ക് പേടിയാണ്. ഇവിടെ മിക്ക ആൾക്കാരും ഒരു അകൽച്ചയോടെയാണ് ഞങ്ങളോട് പെരുമാറുന്നത്. ഞാൻ പീലിയോട് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവളുടെ നാട്ടിൽ ആരും അകൽച്ച കാണിക്കില്ലെന്ന് പീലി ഉറപ്പ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ വരുന്നത്. അപ്പോൾ ചമേലി ഒരു അസം സ്വദേശിയാണ് അല്ലേ? അവളുടെ സംസാരവും ചിലപ്പോൾ അതുപോലെ തന്നെ ആയിരിക്കും. മലയാളം പറയുന്നതിലെ വ്യത്യാസം കൊണ്ടൊക്കെ എല്ലാവരും ഒരു അകൽച്ചയോടെയാണ് അവളെ കാണാറുള്ളത്. അതുകൊണ്ട് അവളത് പീലിയോടും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പീലി പറഞ്ഞത് പീലിയുടെ ഗ്രാമത്തിൽ ചെന്നാൽ ആരും അങ്ങനെ ഒരു അകൽച്ച കാണിക്കില്ല എന്നതാണ്. അതുകൊണ്ടാണ് ചമേലി ഇത്രയും ധൈര്യത്തിൽ അങ്ങോട്ട് പുറപ്പെടുന്നത്. അമ്മ ഡിഡിൻറ്റ് ഒബ്ജക്റ്റ് ടു. I am worried that she will be alone at home when I go. Anyway, it's just for a day. It will be all right. അപ്പു പറഞ്ഞു, അമ്മ എതിർപ്പൊന്നും പറഞ്ഞില്ല. ഞാൻ പോകുമ്പോൾ അമ്മ വീട്ടിൽ ഒറ്റയ്ക്കാവുമെന്ന ഒരു വിഷമമുണ്ട്. ഒരു ദിവസത്തേക്കല്ലേ, കുഴപ്പമില്ല. അപ്പോൾ അപ്പുവിന് ആകെയുള്ള ഒരു വിഷമം എന്ന് പറയുന്നത് അമ്മ വീട്ടിൽ ഒറ്റയ്ക്കാവും എന്നുള്ളത് മാത്രമാണ്. അമ്മ പോവണ്ട എന്നൊന്നും അപ്പുവിനോട് പറഞ്ഞില്ല. പിന്നെ സമാധാനിക്കുന്നത് എന്താണ്? ഒരു ദിവസത്തേക്കല്ലേ, കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടാണ്. Aren't you also ready to travel with them? Don't you too have some concerns? Draw yourself below and write your thoughts here. നിങ്ങളും ഇവർക്കൊപ്പം യാത്രയ്ക്ക് ഒരുങ്ങിയിരിക്കുകയല്ലേ? നിങ്ങൾക്കും ഉണ്ടാവില്ലേ ചില ആശങ്കകൾ? താഴെ നിങ്ങളെ വരച്ചു ചേർത്ത് നിങ്ങളുടെ ചിന്തകൾ ഇവിടെ എഴുതി ചേർക്കൂ. I was surprised. ഞാൻ ആശ്ചര്യപ്പെട്ടു. Because I didn't think my parents immediately gave consent to me to go Peely's house. അതിന് കാരണം എൻ്റെ രക്ഷിതാക്കൾ എനിക്ക് ഇത്രയും പെട്ടെന്ന് പീലിയുടെ വീട്ടിലേക്ക് പോകാൻ സമ്മതം തരുമെന്ന് പ്രതീക്ഷിച്ചില്ല. ബട്ട് ഐ ഹാവ് സം ടെൻഷൻ അബൌട്ട് അവർ ജേർണി. പക്ഷേ എനിക്ക് കുറച്ച് ടെൻഷനൊക്കെ ഉണ്ട് ഞങ്ങളുടെ യാത്രയെക്കുറിച്ച്. ഹൗ ഡിഡ് these friends become so close even when they hail from different backgrounds? Imagine the situation in which they became friends. Present a role play in the class. വ്യത്യസ്ത ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് വന്ന ഇവർ എങ്ങനെയാവും ഈ അടുപ്പമുള്ള കൂട്ടുകാരായത്? ഇവർ സുഹൃത്തുക്കളാവാൻ ഇടയായ സാഹചര്യം സങ്കല്പിച്ച് ക്ലാസ്സിൽ ഒരു റോൾ പ്ലേ അവതരിപ്പിക്കൂ. നമ്മളിപ്പോൾ 4 പേരെ പരിചയപ്പെട്ടു അല്ലേ? അതിൽ സമൂഹത്തിൻ്റെ ഉന്നതിയിൽ നിൽക്കുന്ന ഒരു കുട്ടിയും അതുപോലെ ഇടത്തരത്തിലുള്ള ഒരു കുട്ടിയും വളരെ താഴ്ന്ന രീതിയിൽ ജീവിക്കുന്ന ഒരു കുട്ടിയും പിന്നെയോ ഒരു അന്യ സംസ്ഥാന തൊഴിലാളിയുടെ കുട്ടിയും ഒക്കെ ഉണ്ട് അല്ലേ? വിക്കി ഒരു ബിസിനസ്സുകാരൻ്റെ മകനാണ്. അപ്പാർട്ട്മെൻറ്റിലാണ് താമസം. നഗരത്തിലെ സാമ്പത്തികമായി ഉയർന്നവർ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റിലായിരിക്കും അവൻ താമസിക്കുന്നത്. എന്നാൽ അപ്പുവോ വളരെ പാവങ്ങൾ, ജീവിത സാഹചര്യം വളരെ മോശമായ ചേരിയിലാണ് അപ്പു താമസിക്കുന്നത്. പിന്നെ നീനുവോ? നീനു ഒരു സർക്കാർ ക്വാർട്ടേഴ്സിലാണ് താമസിക്കുന്നത്. അപ്പോൾ മെച്ചപ്പെട്ട ഒരു ഏറ്റവും മുകളിലുമല്ല തീരെ താഴെയുമല്ല നീനുവിൻ്റെ സാമ്പത്തിക സ്ഥിതി അല്ലേ? അപ്പോൾ അതുപോലെ തന്നെ നീനുവിൻ്റെ ജീവിത സാഹചര്യവും അത്യാവശ്യം മെച്ചപ്പെട്ടതായിരിക്കും. പിന്നെയുള്ളത് ചമേലിയാണ്. ചമേലി ഒരു ഇതര സംസ്ഥാന തൊഴിലാളിയുടെ കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഉയർന്ന ജീവിത സാഹചര്യം ഉണ്ടാവാൻ ചമേലിക്കും വഴിയില്ല. അപ്പോൾ ഈ 4 പേരും എങ്ങനെയാണ് കൂട്ടുകാരായിട്ടുണ്ടാവുക? നമ്മുടെ ജീവിത സാഹചര്യവും സാമ്പത്തികവും അതുപോലെ തന്നെ നമ്മുടെ സൗന്ദര്യവും ഇതൊക്കെയാണോ നമ്മളെ കൂട്ടുകാരെ തിരഞ്ഞെടുക്കാനുള്ള ഒരു മാനദണ്ഡം എന്ന് പറയുന്നത്? അല്ല അല്ലേ? നല്ല പെരുമാറാൻ കഴിയുന്ന, സ്നേഹിക്കാൻ കഴിയുന്ന, അതുപോലെ തന്നെ നല്ല മനുഷ്യത്വമുള്ള, മറ്റുള്ളവരോട് സഹാനുഭൂതിയും കരുണയും ഒക്കെ കാണിക്കുന്ന മനുഷ്യരായിട്ടാണ് നമ്മൾ ചങ്ങാത്തം വെക്കേണ്ടത്. അപ്പോൾ 4 പേരും എങ്ങനെയാണ് ചങ്ങാതികളായത് എന്നൊന്ന് നോക്കാം. വിക്കിയും നീനുവും അപ്പുവും ചമേലിയും ഗ്രാമത്തിലെ സർക്കാർ സ്കൂളിലെ കുട്ടികളാണ്. അവർ 4 പേരും ഒരുമിച്ചാണ് 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെ പഠിച്ചത്. ഇപ്പോൾ 5ാം ക്ലാസ്സിലും അവർ ഒരുമിച്ചാണ് ഉള്ളത്.
അങ്ങനെയാണ് അവർ നല്ല കൂട്ടുകാരായി മാറിയത്. പല പല ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് വരുന്നവരായാലും നമ്മൾ സ്കൂളിൽ എല്ലാവരും ഒരുമിച്ചാണ് പഠിക്കുന്നത് അല്ലേ? എല്ലാവരും ഒരേ യൂണിഫോം ഇടുന്നു, ഒരേപോലെ സ്കൂളിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മൾ അച്ചടക്കത്തോടെ അനുസരിക്കുന്നു. അങ്ങനെയാണ് അവരെല്ലാവരും ഉറ്റ സുഹൃത്തുക്കളായി മാറിയത്. അവരുടെ ജീവിത സാഹചര്യമോ സാമ്പത്തികമോ ഒന്നും അവർക്ക് കൂട്ടുകാരാവുന്നതിൽ തടസ്സമായില്ല. കണ്ടില്ലേ, 4 പേരും പോകാനായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാവരുടെ കയ്യിലും ബാഗൊക്കെ ഉണ്ട് ഇല്ലേ? വിൽ അതേഴ്സ് സെറ്റ് മീ അസൈഡ്. ചമേലിയാണ്. ചമേലി ചിന്തിക്കുന്നത് എന്താണ്? മറ്റുള്ളവർ മാറ്റി നിർത്തുമോ? ഞാനൊരു ഇതര സംസ്ഥാന തൊഴിലാളിയുടെ കുട്ടിയായതുകൊണ്ട് എന്നെ മാറ്റി നിർത്തുമോ എന്നാണ് ചമേലി ചിന്തിക്കുന്നത്. എന്തൊക്കെയുണ്ട് ബാഗിൽ? ഡ്രസ്സുണ്ട്, അതുപോലെ തന്നെ ബുക്കുണ്ട്, പേസ്റ്റും ബ്രഷും ഒക്കെ ഉണ്ട്, സോപ്പ് ഒക്കെയാണ് ബാഗിലുള്ളത്. വിൽ അമ്മ ബി എലോൺ? ഇനി അപ്പു ചിന്തിക്കുന്നത് അമ്മ ഒറ്റയ്ക്കാവുമോ എന്നുള്ളതാണ്. അപ്പുവിൻ്റെ ബാഗിൽ എന്താണുള്ളത്? ഒരു ഡ്രസ്സും ഒരു പമ്പരവുമാണ് ഉള്ളത് അല്ലേ? Can I visit all the sites there? ഇനി എല്ലായിടത്തും പോകാനാവുമോ എന്നാണ് നീനു ചിന്തിച്ചത്. Will there be facilities of the city? ഇനി വിക്കി ചിന്തിക്കുന്നത് എന്താണ്? നഗരത്തിലെ സൗകര്യം ഉണ്ടാകുമോ എന്നാണ് അല്ലേ? നഗരത്തിൽ വളരെ സൗകര്യത്തിൽ ജീവിക്കുന്ന ഒരാളാണ് വിക്കി, അതുകൊണ്ടാണ് അങ്ങനെ ചിന്തിക്കുന്നത്. ബാഗിൽ എന്തൊക്കെയാണ്? ഡ്രസ്സുണ്ട്, അതുപോലെ ഡെൻ്റൽ കിറ്റ്, പല്ല് തേക്കാനുള്ള ബ്രഷും പേസ്റ്റും ഒക്കെയാണ്. അതുപോലെ ഷവർ കിറ്റുണ്ട്, കുളിക്കാനുള്ള സാധനങ്ങളാണ്. ഒരു മൊബൈലുണ്ട്, പിന്നെ കളിക്കുന്ന സാധനങ്ങളൊക്കെയാണ് ആളുടെ ബാഗിലുള്ളത്. വാട്ട് വിൽ യു ടേക്ക് അലോങ് വിത്ത് യു ഫോർ ദ ട്രിപ്പ്? വാട്ട് ആർ ദ തിങ്സ് ദാറ്റ് യു വിൽ തിങ്ക് അബൌട്ട്? ഡ്രോ യുവർ ബാഗ് ആൻഡ് ബിലോങ്ങിങ്സ് ആൻഡ് റൈറ്റ് യുവർ തോട്ട്സ് ബിലോ ആൻഡ് പ്രസൻറ്റ് ദ സെയിം. നിങ്ങൾ എന്തെല്ലാം സാധനങ്ങൾ യാത്രയ്ക്കായി കരുതും? എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾ ആലോചിക്കുക? നിങ്ങളുടെ ബാഗും സാധനങ്ങളും വരച്ച് ചിന്തയും എഴുതി അവതരിപ്പിക്കുക. ഈസ് ഇറ്റ് എ ഗുഡ് ഡിസിഷൻ? ഇതൊരു നല്ല തീരുമാനമാണോ? അതുപോലെ തന്നെ കൊണ്ടുപോകുന്നത് ബാഗ്, ബുക്ക്, പെൻസിൽ, പിന്നെ ഡ്രസ്സ്, ടൂത്ത് പേസ്റ്റ്, ബ്രഷ് ഇതൊക്കെയാണ്. ടു പീലീസ് വില്ലേജ്. ഷാൾ വി സിംഗ് എ ട്രാവൽ സോങ് ടുഗദർ? We are on our way to see the world and travel near and far. പീലിയുടെ ഗ്രാമത്തിലേക്ക് നമുക്കൊരു യാത്രാഗാനം ആലപിച്ചാലോ എന്നാണ് നീനു ചോദിക്കുന്നത്. അപ്പോൾ വിക്കി, വി ആർ ഓൺ അവർ വേ ടു സീ ദ വേൾഡ്. നമ്മൾ ലോകം കാണാനുള്ള വഴിയിലാണ്, ലോകം കാണാൻ ചുറ്റിക്കറങ്ങാൻ പോകുന്ന വഴിയിലാണ്. ആൻഡ് ട്രാവൽ നിയർ ആൻഡ് ഫാർ, അകലെയുള്ളതും അടുത്തുള്ളതുമെല്ലാം കാണാനുള്ള ഒരുക്കത്തിലാണ് എന്നാണ് പാടിക്കൊണ്ടിരിക്കുന്നത്. ഡു യു നോ ട്രാവൽ സോങ്സ്? കളക്ട് ആൻഡ് പ്രസൻറ്റ് ദം ആസ് ഗ്രൂപ്പ് ഇൻ ക്ലാസ്. റൈറ്റ് ഡൗൺ യുവർ ഫേവറേറ്റ് ട്രാവൽ സോങ് ബിലോ. യാത്രാഗാനങ്ങൾ അറിയാമോ? അവ ശേഖരിച്ച് ക്ലാസ്സിൽ സംഘമായി അവതരിപ്പിക്കൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു യാത്രാഗാനം ഇവിടെ എഴുതി ചേർക്കൂ. Take a bus or take a train, take a boat or take a plane, take a taxi, take a car, maybe near or maybe far, take a rocket to the moon, but be sure to come back soon. ഇതാണ് ഒരു സോങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഗോ ഗോ ഗോ. വി ക്യാൻ ഫ്ലൈ ഇൻ എ പ്ലെയിൻ, വി ക്യാൻ റൈഡ് ഓൺ എ ട്രെയിൻ, in a boat we will row, we can go go go, we go near, we go far, in a bus or a car, we go high, we go low, so where should we go? Peely's village. That is Peely's village. പീലിയുടെ ഗ്രാമം. ഗ്രാമത്തിൽ വയലുകളും പച്ചപ്പും പുൽമേടുകളും അതുപോലെ തന്നെ നഗരത്തിലുള്ള അത്ര തിരക്കും ഒരുപാട് വലിയ വലിയ കെട്ടിടങ്ങളും ഒന്നും ഉണ്ടാകില്ല അല്ലേ? ഹായ്, അതാ പീലിയുടെ ഗ്രാമം. അവരങ്ങനെ പീലിയുടെ ഗ്രാമത്തിലെത്തി. അപ്പോൾ അപ്പു പറയാണ്, ഹായ്, അതാ പീലിയുടെ ഗ്രാമമെന്ന്. കണ്ടില്ലേ? There is പീലി. I have been waiting here for a long time. Why are you so late? അവർ പീലിയെ കണ്ടു. അതാ പീലി. പീലി പറയാണ്, എത്ര നേരമായി ഞാനിവിടെ കാത്തു നിൽക്കുന്നു, എന്താ ഇത്ര വൈകിയത്? അപ്പോൾ പീലി കുറേ സമയമായി
കൂട്ടുകാരെ കാത്തു നിൽക്കുന്നത്. അതുകൊണ്ടാണ് എന്താ ഇത്ര വൈകിയത് എന്ന് ചോദിക്കുന്നത്. റൈറ്റ് യുവർ റെസ്പോൺസ് ടു പീലി. നിങ്ങൾ നേരം വൈകിയത് എന്താണ് എന്ന് ചോദിച്ചപ്പോൾ നിങ്ങളുടെ റെസ്പോൺസ് എന്തായിരുന്നു പീലിയോട്? വി ഗോട്ട് ലേറ്റ് ബിക്കോസ് വി ലോസ്റ്റ് ഇൻ ദ ബ്യൂട്ടി ഓഫ് യുവർ പ്ലേസ്. ഞങ്ങൾ ലേറ്റായി, അതിന് കാരണം നിൻ്റെ ഈ സ്ഥലത്തിൻ്റെ ഭംഗിയിൽ ഞങ്ങൾ വീണുപോയി, മയങ്ങിപ്പോയി. ഇതാണ് അവർ പീലിയോട് പറഞ്ഞത്. കം ലെറ്റ്സ് ഗോ ഹോം. വരൂ നമുക്ക് വീട്ടിലേക്ക് പോകാം. വാട്ട് ആർ യുവർ എക്സ്പെക്റ്റേഷൻസ് അബൌട്ട് പീലീസ് വില്ലേജ്? ഇമാജിൻ പീലീസ് വില്ലേജ് ആൻഡ് ഡ്രോ ഇറ്റ് ഇൻ യുവർ നോട്ട്ബുക്ക്. യു ക്യാൻ ഓൾസോ റീച്ച് ഔട്ട് ടു യുവർ ടീച്ചർ ഫോർ ഹെൽപ്പ്. അപ്പോൾ പീലി പറഞ്ഞു, വരൂ നമുക്ക് വീട്ടിലേക്ക് പോകാം. പീലിയുടെ ഗ്രാമത്തെക്കുറിച്ച് നിങ്ങളുടെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? പീലിയുടെ ഗ്രാമത്തിൻ്റെ ഒരു ഭാവനാചിത്രം നോട്ട് ബുക്കിൽ വരച്ചു നോക്കൂ. ടീച്ചറുടെ സഹായം കൂടി തേടൂ. എങ്ങനെയൊക്കെ ആയിരിക്കും പീലിയുടെ ഗ്രാമം എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? അതൊന്ന് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇൻ മൈ എക്സ്പെക്റ്റേഷൻ ദ വില്ലേജ് ഈസ് മോസ്റ്റ് ബ്യൂട്ടിഫുൾ വൺ. എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ, പ്രതീക്ഷയിൽ ഗ്രാമം വളരെ മനോഹരമാണ്. ഇൻ ദാറ്റ് വില്ലേജ്, ആ ഗ്രാമത്തിൽ, ഐ ആം എക്സ്പെക്റ്റിംഗ് എ ലോട്ട് ഓഫ് ഫീൽഡ്സ്, സ്മോൾ ഹൗസസ്, റിവർ ആൻഡ് ഡൊമസ്റ്റിക് എനിമൽസ് എക്സെട്ര. ആ ഗ്രാമത്തിൽ ഞാൻ കുറേ വയലുകളും അതുപോലെ തന്നെ ചെറിയ വീടുകളും പുഴയും പിന്നെ വളർത്തു മൃഗങ്ങളും എല്ലാം പ്രതീക്ഷിക്കുന്നു. ദിസ് ഈസ് മൈ അമ്മ. കം ഓൺ എവരിബഡി, യു ഓൾ മസ്റ്റ് ബി ടയേർഡ് ബൈ വാക്കിംഗ് സോ ലോങ്. ലെറ്റ്സ് ഹാവ് എ മീൽ ഫസ്റ്റ്. പീലി പറഞ്ഞു, ഇതാണ് എൻ്റെ അമ്മ. അപ്പോൾ അമ്മ, എല്ലാവരും വരൂ, ഒത്തിരി നടന്ന് ക്ഷീണിച്ചു കാണുമല്ലേ, നമുക്ക് ആദ്യം ഭക്ഷണം കഴിക്കാം. അപ്പോൾ അമ്മ വളരെ സന്തോഷത്തോടെ എല്ലാവരെയും അകത്തേക്ക് ക്ഷണിക്കുകയാണ്. ഒത്തിരി നടന്ന് ക്ഷീണിച്ചല്ലേ എല്ലാവരും വരുന്നത്, നമുക്ക് ആദ്യം ഭക്ഷണം കഴിക്കാം എന്ന് പറഞ്ഞ് അവരെ വിളിക്കുകയാണ്. ഐ ഹാവ് ബ്രോട്ട് മൈ ഓൺ ഫുഡ് ഫ്രം ഹോം, ഐ വിൽ ഈറ്റ് ദാറ്റ്. അപ്പോൾ വിക്കി പറയാണ്, എനിക്ക് കഴിക്കാനുള്ളത് വീട്ടിൽ നിന്ന് തന്നു വിട്ടിട്ടുണ്ട്, ഞാനത് കഴിച്ചോളാം. ഓ ഹൗ ഹോട്ടി ഹി ഈസ്. അപ്പോൾ പീലി പറയാണ്, പിന്നെ അവൻ്റെ ഒരു ജാട, അവനിങ്ങനെ ജാടയാണ് എന്നാണ് പറയുന്നത്. അതായത് വീട്ടിൽ നിന്ന് ഭക്ഷണം പൊതിഞ്ഞു കൊണ്ടുവന്നിരിക്കുന്നു, ഇവിടെ നിന്നൊന്നും കഴിക്കില്ല എന്നുള്ളതുപോലെയാണ് പീലിയുടെ സംസാരം, അവനെ ചെറുതായി ഒന്ന് കളിയാക്കിയിട്ട്. ഡിയർ, isn't that what you eat daily? Try eating this. The rice we eat is from paddy grown in our own fields. We mill it ourselves. And then there is tapioca. There is also fish caught by Peeli's father from the river. Fish curry is made by father himself. അതൊക്കെ മോൻ എന്നും കഴിക്കുന്നതല്ലേ, ഇതൊന്ന് കഴിച്ചു നോക്കൂ. ഇവിടുത്തെ വയലിലുണ്ടായ നെല്ല് കുത്തിയ അരിയാണ് ചോറുണ്ടാക്കാൻ എടുക്കുന്നത്. പിന്നെ കപ്പയും പീലിയുടെ അച്ഛൻ പുഴയിൽ നിന്ന് പിടിച്ച മീനും ഒക്കെയാണ് ഉള്ളത്. അച്ഛനാണ് മീൻ കറി ഉണ്ടാക്കിയത്. അപ്പോൾ വിക്കി ഭക്ഷണം പൊതിഞ്ഞു കൊണ്ടുവന്നിട്ടുണ്ട് എന്നറിഞ്ഞ പീലിയുടെ അമ്മ പറയുകയാണ്, അതൊക്കെ മോൻ എന്നും കഴിക്കണതല്ലേ, ഇതൊന്ന് കഴിച്ചു നോക്കൂ. ഈ അരി ഇവിടുത്തെ വയലിൽ ഉണ്ടായ നെല്ല് കുത്തിയ അരിയാണ്. അതുപോലെ തന്നെ കപ്പയും പീലിയുടെ അച്ഛൻ പുഴയിൽ നിന്ന് പിടിച്ച മീൻ കൊണ്ടുള്ള കറിയുമാണ്. അച്ഛനാണ് ആ കറി ഉണ്ടാക്കിയത്. അപ്പോൾ ഇതൊന്ന് കഴിച്ചു നോക്കൂ എന്നാണ് അമ്മ പറയുന്നത്. ദിസ് ഈസ് ദ ഫസ്റ്റ് ടൈം ഐ ആം ഹാവിങ് സച്ച് ഡിലീഷ്യസ് ഫുഡ്. വി ഡോണ്ട് ബൈ എനിത്തിങ് ലൈക്ക് ദിസ് അറ്റ് ഹോം. അങ്ങനെ വിക്കി കഴിക്കാൻ തുടങ്ങി. ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര രുചിയുള്ള ഭക്ഷണം കഴിക്കുന്നത്. എൻ്റെ വീട്ടിൽ ഇങ്ങനെയുള്ളതേ അല്ല വാങ്ങുന്നത്. അപ്പോൾ കഴിച്ചു തുടങ്ങിയപ്പോൾ വിക്കിക്ക് ഇഷ്ടമായി അല്ലേ? കാരണം പീലിയുടെ വീട്ടുകാർ ഉണ്ടാക്കുന്ന നെല്ല് കുത്തിയ അരിയും അതുപോലെ തന്നെ പുഴയിൽ നിന്ന് നേരിട്ട് പിടിച്ച മീൻ വെച്ചുണ്ടാക്കിയ കറിയും എല്ലാം കഴിച്ചപ്പോൾ വിക്കിക്ക് വളരെയധികം ഇഷ്ടമായി. കാരണം നഗരത്തിൽ ഇത്ര ഫ്രഷായിട്ട് പെട്ടെന്ന് പിടിച്ച മീനോ അതുപോലെ തന്നെ നേരിട്ട് നെല്ല് കുത്തിയ അരിയും ഒന്നും കിട്ടാൻ വഴിയില്ല അല്ലേ? പിന്നെയോ അവർ ചിലപ്പോൾ കഴിക്കുന്നത് വീട്ടിൽ എങ്ങനെയുള്ള ഭക്ഷണമായിരിക്കാം, പാക്കറ്റ് ഫുഡുകളൊക്കെ ആയിരിക്കാം. അതുകൊണ്ടാണ് വിക്കിക്ക് ഇത് വളരെ സ്വാദുള്ള ഭക്ഷണമായിട്ട് തോന്നിയത്. പീലി, ദിസ് ഫുഡ് ഈസ് റിയലി ഗുഡ്. ഹൗ ഡിലീഷ്യസ് ഇറ്റ് ഈസ്. യു ഷുഡ് ഷെയർ ദ റെസിപ്പി, ഓക്കെ? അപ്പു പറയാണ്, പീലി വളരെ നന്നായിട്ടുണ്ട്, എന്തു നല്ല രുചി, ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു തരണേ. അപ്പോൾ
അപ്പൂവിന് ആ കറിയൊക്കെ ഇഷ്ടമായി. ഭക്ഷണം വളരെ ഇഷ്ടപ്പെട്ടു. ഇനി അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞു തരണമെന്നാണ് പറയുന്നത്. വി ക്യാൻ ആസ്ക് ഫാദർ ഹിംസെൽഫ്. പീലി പറയാണ്, നമുക്ക് അച്ഛനോട് തന്നെ ചോദിക്കാം, കാരണം കറിയൊക്കെ ഉണ്ടാക്കിയത് അച്ഛനാണ് അല്ലേ. ഫാദർ വിൽ ബി ഇൻ ദ ഫീൽഡ്. ഗോ ദർ. യു ഓൾ ക്യാൻ സീ അവർ വില്ലേജ് ടു. അച്ഛൻ വയലിലുണ്ടാകും, അങ്ങോട്ട് പോയിക്കോളൂ, ഗ്രാമവും കാണാമല്ലോ. അപ്പോൾ അച്ഛൻ എവിടെയാണ് ജോലി ചെയ്യുന്നത്? വയലിലാണ് അല്ലേ. കൃഷിക്കാരനാണ് പീലിയുടെ അച്ഛൻ എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഷാൽ വി ഇൻ്റർവ്യൂ പീലീസ് ഫാദർ? പ്രിപ്പയർ എ ക്വസ്റ്റ്യനെയർ ഫോർ ദാറ്റ്. ടീച്ചർ വിൽ ഓൾസോ ഹെൽപ്പ്. നമുക്ക് പീലിയുടെ അച്ഛനെ അഭിമുഖം ചെയ്താലോ? അതിനുള്ള ചോദ്യങ്ങൾ തയ്യാറാക്കൂ. ടീച്ചറുടെ പിന്തുണയും ഉണ്ടാകും. പീലിയുടെ അച്ഛനോട് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ നിങ്ങളോട് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെ ചോദ്യങ്ങൾ നിങ്ങൾ തയ്യാറാക്കും? അപ്പോൾ അതൊക്കെ ഒന്ന് എഴുതി തയ്യാറാക്കൂ. വാട്ട് ക്രോപ്സ് ഡു യു ഗ്രോ? എന്ത് വിളയാണ് നിങ്ങളിവിടെ വളർത്തുന്നത്? ഹൗ ഡു യു ഗ്രോ യുവർ ക്രോപ്സ്? എങ്ങനെയാണ് അത് വളർത്തുന്നത്? വളമിട്ടിട്ടാണോ, ഓർഗാനിക് ആണോ? അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ്. ഡു യു യൂസ് ഫെർട്ടിലൈസർ? വളം ഉപയോഗിക്കുന്നുണ്ടോ? ഹൗ ഡു യു കൺട്രോൾ പെസ്റ്റ് ആൻഡ് ഡിസീസസ്? എങ്ങനെയാണ് കീടങ്ങളെയും രോഗങ്ങളെയും ഒഴിവാക്കുന്നത്? ഹൗ ഡു യു മാനേജ് വീഡ്സ്? എങ്ങനെയാണ് ഇത് നിയന്ത്രിച്ച് നന്നായി നോക്കിക്കൊണ്ടുപോകുന്നത് ഈ വിളകളെല്ലാം? ദാറ്റ്സ് ഹൗ വി മേക്ക് ഫുഡ്. അങ്ങനെയാണ് ഞങ്ങൾ ഭക്ഷണം ഉണ്ടാക്കുന്നത്. അപ്പോൾ അവർ വയലിലെത്തി പീലിയുടെ അച്ഛനോട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ച് മനസ്സിലാക്കുകയാണ്. അപ്പോൾ ആൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് ലാസ്റ്റ് പറയുകയാണ്, അങ്ങനെയാണ് ഞങ്ങൾ ഭക്ഷണം ഉണ്ടാക്കുന്നത് എന്ന്. കണ്ടില്ലേ, 5 പേരും അത് ശ്രദ്ധയോടെ കേട്ട് നിൽക്കുന്നുണ്ട്. നൈസ്. ഐ ടു വാണ്ട് ടു ലേൺ ടു കുക്ക് ഓൾ ദീസ്. അപ്പോൾ നീനു പറയാണ്, കൊള്ളാം, എനിക്കും പഠിക്കണം ഇതൊക്കെ ഉണ്ടാക്കാൻ. അച്ഛൻ പറയുന്നത് കേട്ടപ്പോൾ നീനുവിന് വളരെ ഉത്സാഹമായി. എനിക്കും ഇതൊക്കെ ഉണ്ടാക്കണമെന്ന് പറയുകയാണ്. Shall we make a dish for friends? Prepare a dish using edible items collected from your locality. With the help of elders, prepare and bring it to the classroom. Hope you would share the food items that you bring with everyone in the class. കൂട്ടുകാർക്കായി ഒരു വിഭവം ഉണ്ടാക്കിയാലോ? നിങ്ങളുടെ പരിസരത്ത് നിന്ന് ലഭിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ ഉപയോഗിച്ച് മുതിർന്നവരുടെ സഹായത്തോടെ ഭക്ഷണം തയ്യാറാക്കി ക്ലാസ്സിൽ കൊണ്ടുവരുന്ന വിഭവങ്ങൾ എല്ലാവരും ഒന്നിച്ച് പങ്കിട്ട് കഴിക്കുമല്ലോ. അപ്പോൾ പീലി ചെയ്തതുപോലെ തന്നെ നിങ്ങളോടും കൂട്ടുകാർക്കായി എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുവന്ന് ക്ലാസ്സിൽ വിതരണം ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഉണ്ടാക്കി കൊണ്ടുവരുന്നത് നിങ്ങളുടെ പരിസരത്ത് നിന്ന് ലഭിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ ഉപയോഗിച്ചിട്ടായിരിക്കണം. അപ്പോൾ എല്ലാവരും അത് ചെയ്യണം കേട്ടോ. ഐ ലൈക്ക്ഡ് ദിസ് പ്ലേസ് വെരി മച്ച്, ബട്ട് അങ്കിൾ ഐ ഹാവ് എ ഡൗട്ട്. വോണ്ട് യു ഫീൽ ബോർഡ് without good network coverage and Wi-Fi connectivity? What will you do if you wish to play a game, Peely? How do you feel happy without any games? If we were in city, we could do many things. ഇനി വിക്കി പറയാണ്, എനിക്കിവിടെ വല്ലാതെ ഇഷ്ടപ്പെട്ടു. പക്ഷേ അങ്കിൾ, എൻ്റെ സംശയം എന്താന്ന് വെച്ചാൽ റേഞ്ചും വൈഫൈയും ഒന്നുമില്ലാതെ നിങ്ങൾക്ക് ബോറടിക്കില്ലേ? ഒരു ഗെയിം കളിക്കാൻ നീ എന്തു ചെയ്യും പീലി? ഗെയിം ഇല്ലാതെ നിങ്ങൾ എങ്ങനെ സന്തോഷിക്കും? നഗരത്തിലായിരുന്നെങ്കിൽ എന്തൊക്കെ ചെയ്യാമായിരുന്നു. അപ്പോൾ വിക്കി മൊബൈൽ ഫോണൊക്കെ കൊടുത്തിട്ടുണ്ട് അല്ലേ. പക്ഷേ ഗ്രാമത്തിൽ എന്തില്ല? റേഞ്ച് ഇല്ല. അതുപോലെ തന്നെ അവിടെ വൈഫൈയും ഇല്ല. അപ്പോൾ പീലിയോട് ചോദിക്കുകയാണ്, ഒരു ഗെയിം കളിക്കാൻ, മൊബൈലിൽ ഗെയിം കളിക്കാൻ നീ എന്തു ചെയ്യും? ഗെയിം ഇല്ലാതെ നിങ്ങൾ എങ്ങനെ സന്തോഷിക്കും? നിങ്ങൾക്ക് ബോറടിക്കില്ലേ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഐ തിങ്ക് ദിസ് പ്ലേസ് ഈസ് മോർ ഇൻട്രസ്റ്റിംഗ് ദൻ ദ സിറ്റി. അപ്പോൾ അത് കേട്ടപ്പോൾ അപ്പു പറയാണ്, നഗരത്തേക്കാൾ രസം ഇവിടെയാണെന്നാണ് എനിക്ക് തോന്നണേ. അപ്പോൾ അപ്പുവിന് ഇവിടെ നിൽക്കാനാണ് ഇഷ്ടം, നഗരത്തേക്കാൾ രസം ഇവിടെയാണെന്നാണ് തോന്നുന്നത് എന്നാണ് അപ്പു പറഞ്ഞത്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? Why would have Vicky and Appu said 2 different opinions about the same city? അപ്പുവിനും വിക്കിക്കും ഒരേ സിറ്റിയെക്കുറിച്ച് 2 അഭിപ്രായം ഉണ്ടാവാൻ കാരണം എന്തായിരിക്കും? There are various games here too. Come on, let's go and see how the children are playing and having fun here. എന്തുകൊണ്ടാവാം ഒരേ നഗരത്തെ പറ്റി വിക്കിയും അപ്പുവും 2 തരം അഭിപ്രായം പറഞ്ഞിട്ടുണ്ടാവുക? കാരണം നമുക്ക് അറിയാം, വിക്കി ഒരു ബിസിനസ്സുകാരൻ്റെ മകനാണ്. അപ്പാർട്ട്മെൻറ്റിലാണ് താമസം. എല്ലാവിധ ജീവിത സാഹചര്യങ്ങളും സൗകര്യങ്ങളും അതുപോലെ തന്നെ സാമ്പത്തിക ഭദ്രതയും ഒക്കെ വിക്കിക്കുണ്ട്.
അതുകൊണ്ട് തന്നെ വിക്കിക്ക് ഒന്നിനും ഒരു കുറവ് ഉണ്ടാവുകയില്ല. മൊബൈലും ടി വിയും അതുപോലെ തന്നെ ഗെയിം കളിക്കാനുള്ള സൗകര്യവും എല്ലാം വിക്കിക്ക് ഉണ്ട്. എന്നാൽ അപ്പുവിനോ? അപ്പു നഗരത്തിലെ ഒരു ചേരിയിലാണ് താമസം. ചേരി എന്ന് പറഞ്ഞാൽ അഴുക്കുചാലുകളും അതുപോലെ തന്നെ താമസിക്കാൻ യോഗ്യമല്ലാത്ത കുടിലുകളും ഒക്കെ നിറഞ്ഞതാണ്. അവിടെ ചിലപ്പോൾ വൈദ്യുതി ഉണ്ടാവാനോ അതുപോലെ തന്നെ അപ്പുവിന് നല്ല ഒരു മൊബൈൽ ഫോണോ വൈഫൈ കണക്ഷനോ ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് അപ്പുവിന് ഈ ഗ്രാമം ഇഷ്ടമാണ് എന്ന് പറഞ്ഞത്. പീലിയുടെ അച്ഛൻ പറയാണ്, ഇനിയും പലതരം കളികളുണ്ട്. ഇവിടുത്തെ കുട്ടികൾ എങ്ങനെയാണ് കളിച്ച് ഉല്ലസിക്കുന്നതെന്ന് നമുക്ക് കണ്ടുവരാം. വരൂ. വിക്കി പറഞ്ഞല്ലോ ഇവിടുത്തെ കുട്ടികൾ എങ്ങനെയാണ് സമയം കളയുന്നത്, ബോറടിക്കില്ലേ, ഗെയിം കളിക്കാനൊന്നും പറ്റില്ല എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ പീലിയുടെ അച്ഛൻ പറയാണ്, ഇവിടുത്തെ കുട്ടികൾ ഇങ്ങനെയൊക്കെയാണ് കളിക്കുന്നത്, നമുക്കതൊന്ന് കാണാം എന്ന് പറഞ്ഞ് അവരെ വിളിച്ചു കൊണ്ടുപോവുകയാണ്. Come on, we can also go with Peely's father and see the different streams of fun in the village. You too have experienced moments of happiness in your life, haven't you? What things make you happy? With the help of digital devices in the school, make a selfie video titled My Happiness under the supervision of your teacher. പീലിയുടെ അച്ഛൻ്റെ കൂടെ ഈ ഗ്രാമത്തിലെ ഉല്ലാസങ്ങൾ നമുക്കും കണ്ടുവരാം. നിങ്ങളും ജീവിതത്തിൽ സന്തോഷത്തിൻ്റെ നിമിഷങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാകുമല്ലോ. ഏതൊക്കെ സന്ദർഭങ്ങളിലാണ്, എന്തൊക്കെ ലഭിച്ചാലാണ് നിങ്ങൾക്ക് സന്തോഷമുണ്ടാവുക? സ്കൂളിലെ ഡിജിറ്റൽ ഉപകരണങ്ങളുടെ സഹായത്തോടെ ടീച്ചറുടെ മേൽനോട്ടത്തിൽ എൻ്റെ സന്തോഷങ്ങൾ എന്ന പേരിൽ ഒരു സെൽഫി വീഡിയോ തയ്യാറാക്കും. അപ്പോൾ ഒരു സെൽഫി വീഡിയോ തയ്യാറാക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ വിഷയം എന്ന് പറയുന്നത് എൻ്റെ സന്തോഷങ്ങൾ. നിങ്ങൾക്ക് എന്തൊക്കെ കിട്ടിയാലാണ് നിങ്ങൾ സന്തോഷിക്കുന്നത്, അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യണം ടീച്ചറുടെ സഹായത്തോടെ. ദ റസ്റ്റിക് ബ്യൂട്ടി. വാക്ക് ത്രൂ പീലീസ് വില്ലേജ് ആൻഡ് സീ ഹൗ സിമ്പിൾ ആൻഡ് ബ്യൂട്ടിഫുൾ ഇറ്റ് ഈസ്. ഗ്രാമഭംഗി. പീലിയുടെ ഗ്രാമത്തിലൂടെ നടന്ന് എത്രത്തോളം ലളിതവും സുന്ദരവുമാണ് ആ ഗ്രാമമെന്ന് കണ്ടറിയൂ. Villagers come to the weekly markets to buy and sell the locally produced goods. ആഴ്ച ചന്തകളിൽ വന്നാണ് ഗ്രാമവാസികൾ സാധനങ്ങൾ വാങ്ങുന്നതും അവർ ഉണ്ടാക്കിയവ വിൽക്കുന്നതും. ഗ്രാമപ്രദേശങ്ങളിലെ ജനങ്ങൾ എങ്ങനെയാണ് സാധനങ്ങൾ വാങ്ങുന്നതും വിൽക്കുന്നതും? ആഴ്ച ചന്തകൾ ഉണ്ടായിരിക്കും അല്ലേ? അപ്പോൾ അവരുണ്ടാക്കുന്ന പല സാധനങ്ങളും, കൃഷി സാധനങ്ങളും അല്ലാത്തതുമായ എല്ലാ സാധനങ്ങളും അവിടെ കൊണ്ടുവന്ന് വിൽക്കും. ഇനി അവർക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളും അവിടെ നിന്ന് വാങ്ങിക്കുകയും ചെയ്യാം. കണ്ടില്ലേ, ഒരാളിങ്ങനെ വിൽക്കാനായിട്ട് ഇരിക്കുന്നു. എന്തൊക്കെയുണ്ട്? പാത്രങ്ങൾ, മൺപാത്രങ്ങളുണ്ട്, പച്ചക്കറികളുണ്ട്, പിന്നെയോ നെയ്ത കുട്ടകളുണ്ട്, അങ്ങനെ പലതും ഉണ്ട് അല്ലേ. There are weekly, regular and evening markets in your locality, right? Visit a market with your elders, observe the activities there and prepare notes. നിങ്ങളുടെ നാട്ടിലെ ആഴ്ച ചന്തകൾ, സ്ഥിരം ചന്തകൾ, വൈകുന്നേര ചന്തകൾ എന്നിവയൊക്കെ ഉണ്ടാകുമല്ലോ. മുതിർന്നവരുടെ ഒപ്പം അവ സന്ദർശിക്കൂ. അവിടുത്തെ ഇടപാടുകൾ നിരീക്ഷിച്ച് കുറിപ്പ് തയ്യാറാക്കും. എന്താണ് ആഴ്ച ചന്തകൾ? ആഴ്ചയിൽ ഒരു ദിവസം മാത്രം പ്രവർത്തിക്കുന്നതാണ്. ചില പ്രത്യേക ദിവസങ്ങൾ മാത്രമാണ് അതുണ്ടാവുക. അതാണ് ആഴ്ച ചന്ത. സ്ഥിരം ചന്തകൾ എന്ന് പറഞ്ഞാലോ ദിവസവും അത് പ്രവർത്തിക്കും. ഇനി വൈകുന്നേര ചന്തകൾ എന്ന് പറഞ്ഞാലോ അത് പ്രവർത്തിക്കുന്നത് എപ്പോഴാണ്? വൈകുന്നേരങ്ങളിലാണ്. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ അങ്ങനെയുള്ളതുണ്ടെങ്കിൽ മുതിർന്നവരുടെ കൂടെ അത് സന്ദർശിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. Peely's father gifted her friends hat made of coconut fronds, baskets and clothes. What things can you make out of coconut fronds, paper, etc.? Exhibit your products in the class. അച്ഛൻ പീലിയുടെ കൂട്ടുകാർക്ക് ഓലത്തൊപ്പിയും കുട്ടയും വസ്ത്രവും സമ്മാനിച്ചു. ഓല, കടലാസ് തുടങ്ങിയവ കൊണ്ട് നിങ്ങൾക്ക് എന്തെല്ലാം വസ്തുക്കൾ ഉണ്ടാക്കാൻ കഴിയും? നിങ്ങൾ ഉണ്ടാക്കിയവ ക്ലാസ്സിൽ പ്രദർശിപ്പിക്കൂ. കണ്ടില്ലേ, ഓല ഉപയോഗിച്ചും പേപ്പർ ഉപയോഗിച്ചും ഉണ്ടാക്കിയവയാണ് ഇത്. നിങ്ങൾക്കും എന്തൊക്കെ ഉണ്ടാക്കാൻ കഴിയും? എന്തെങ്കിലുമൊക്കെ ഇതുപോലെ ഓല ഉപയോഗിച്ചും പേപ്പർ ഉപയോഗിച്ചുമൊക്കെ ഉണ്ടാക്കി ക്ലാസ്സിൽ കൊണ്ടുവന്ന് പ്രദർശിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. There are many such ponds in the village. My friends and myself learned to swim in these ponds. പിന്നെ അവർ പോയത് ഒരു കുളക്കടവിലേക്കാണ്. ഈ ഗ്രാമത്തിൽ ഇതുപോലുള്ള ഒട്ടേറെ കുളങ്ങളുണ്ട്. ഞാനും കൂട്ടുകാരുമെല്ലാം നീന്താൻ പഠിച്ചത് ഈ കുളങ്ങളിലാണ്. പീലി അവരോട് പറയുകയാണ്.
ഇങ്ങനെ ഒരുപാട് കുളങ്ങൾ ഇവിടെ ഉണ്ട്. ഞാനും എൻ്റെ കൂട്ടുകാരുമെല്ലാം നീന്താൻ പഠിച്ചത് ഈ കുളങ്ങളിലാണ് എന്ന് പറയുകയാണ്. ഓ ഹൗ ഹാപ്പി ഐ ആം വെൻ ഐ സീ ദം ഓൾ എൻജോയിങ്. അപ്പോൾ നീനു പറയാണ്, ഇവരെല്ലാം സന്തോഷിക്കുന്നത് കാണുമ്പോൾ എനിക്കും എന്ത് സന്തോഷമാണ്. അവരിങ്ങനെ കുളത്തിൽ തുള്ളിച്ചാടുകയാണ് അല്ലേ സന്തോഷത്തോടെ. അപ്പോൾ നീനുവിനും അത് കണ്ടപ്പോൾ വളരെ സന്തോഷമായി. ബുൾ സർഫിംഗ് കോമ്പറ്റീഷൻസ്, കാളപ്പൂട്ട് മത്സരം, ആർ ഹെൽഡ് ഇൻ ഫീൽഡ്സ് ദാറ്റ് ഹാവ് ബീൻ പ്ലഫ്ഡ് ഫോർ ദ സെക്കൻഡ് ക്രോപ്പ് ആഫ്റ്റർ ഹാർവെസ്റ്റ്. കൊയ്ത്തിനു ശേഷം രണ്ടാം വിളയിറക്കുന്നതിനായി ഉഴുതുമറിച്ച വയലിലാണ് കാളപ്പൂട്ട് മത്സരങ്ങൾ നടക്കാറുള്ളത്. അപ്പോൾ വീണ്ടും അവരോട് കാര്യങ്ങളൊക്കെ പറയാണ്. കൊയ്ത്ത് കഴിഞ്ഞ ശേഷം, നെല്ലൊക്കെ വിളവെടുത്ത് കഴിഞ്ഞ ശേഷം രണ്ടാം വിള ഇറക്കുന്നതിനായി ഉഴുതുമറിച്ച വയലിലാണ് കാളപൂട്ട് മത്സരങ്ങൾ നടത്താറുള്ളത്. അതായത് ഒരു കൊയ്ത്ത് കഴിഞ്ഞു, ഇനി രണ്ടാമത് കൃഷിയിടണം. അതിനായിട്ട് ഇങ്ങനെ വയലെല്ലാം ഉഴുതുമറിച്ചിടും ഇല്ലേ? ആ സമയത്താണ് എന്തു നടത്തുന്നത്? കാളപൂട്ട് മത്സരങ്ങൾ നടത്തുന്നത്. ദിസ് ഈസ് ദ ഫെസ്റ്റിവൽ ഇൻ അവർ വില്ലേജ്. Aren't there different kinds of festivals in your locality too? Ask the elders in your family about the celebrations such as festivals, feasts, urus, fairs, sports competitions, etc. and prepare a description. Share your experience in the class of watching and enjoying these fests with the elders in the family. പിന്നെ പീലി പറയാണ്, ഇത് ഞങ്ങളുടെ നാട്ടിലെ ഉത്സവമാണ്. കണ്ടില്ലേ? ഉത്സവത്തിന് എല്ലാ നാട്ടുകാരും ഒരുമിച്ച് കൂടി വളരെ ആഘോഷമാണ് അല്ലേ? ആ നാട്ടിലെ എല്ലാവരും ആഘോഷിക്കുന്നതാണ് അവരുടെ ഉത്സവങ്ങൾ. അപ്പോൾ ഇവരും അത് കാണാനായിട്ട് പോയിരിക്കുകയാണ്. നിങ്ങളുടെ നാട്ടിലും വിവിധ തരം ഉത്സവങ്ങൾ നടക്കാറില്ലേ? ഉത്സവങ്ങൾ, പെരുന്നാൾ, ഉറൂസ്, മേളകൾ, കായിക മത്സരങ്ങൾ തുടങ്ങിയ ആഘോഷങ്ങളെക്കുറിച്ച് മുതിർന്നവരോട് ചോദിച്ച് ഒരു വിവരണം തയ്യാറാക്കൂ. മുതിർന്നവർക്കൊപ്പം അവ കാണാൻ പോയതിൻ്റെ അനുഭവവും ക്ലാസ്സിൽ പങ്കുവയ്ക്കൂ. അപ്പോൾ പീലിയുടെ നാട്ടിലെ ഉത്സവം പോലെ തന്നെ നിങ്ങളുടെ നാട്ടിലും ഇല്ലേ ഇതുപോലെ പല ആഘോഷങ്ങളും? അതിനെക്കുറിച്ച് വിവരണം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. You are returning with your friends and Peely at night after watching the sights in the village. How about composing and singing a song at this time? Shall we compose a sing titled My Village? Write a song covering the villages you have seen and Peely's village and sing it to the class in your own rhythm. പീലിയും കൂട്ടുകാരും നിങ്ങളും ഗ്രാമത്തിലെ കാഴ്ചകളെല്ലാം കണ്ട് രാത്രി തിരിച്ചു വരികയാണ്. ഈ നേരത്ത് നമുക്കൊരു പാട്ടുണ്ടാക്കി പാടിയാലോ? എൻ്റെ ഗ്രാമം എന്ന പേരിൽ ഒരു പാട്ടുണ്ടാക്കാം. നിങ്ങൾ കണ്ടിട്ടുള്ള ഗ്രാമങ്ങളും പീലിയുടെ ഗ്രാമവും ഒക്കെ ഉൾക്കൊള്ളുന്ന രീതിയിൽ ഒരു പാട്ടെഴുതി ക്ലാസ്സിൽ സ്വന്തം താളത്തിനനുസരിച്ച് പാടി അവതരിപ്പിക്കൂ. അപ്പോൾ അവർ ഗ്രാമമൊക്കെ നടന്ന് കണ്ട് രാത്രിയായി, എല്ലാവരും തിരിച്ചു വരികയാണ്. അപ്പോൾ ഒരു പാട്ട് പാടണം. എന്താണ്? എൻ്റെ ഗ്രാമം എന്ന പേരിൽ ഒരു പാട്ട് പാടാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് പാടി നോക്കിയാലോ? Find a spot in your place where you can see a night view. What are the sights do you see? Let's draw them. Organize a picture exhibition in the class with all the pictures drawn by all of you under the title My Night and Sky. നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് പുറത്തേക്ക് നോക്കിയാൽ രാത്രി കാഴ്ച കാണുന്ന ഒരിടം കണ്ടെത്തൂ. എന്തെല്ലാം കാഴ്ചകളാണ് നിങ്ങൾ കാണുക? നമുക്കതൊന്ന് വരച്ചു നോക്കിയാലോ? എൻ്റെ രാത്രിയും ആകാശവും എന്ന പേരിൽ കൂട്ടുകാർ വരച്ച മുഴുവൻ ചിത്രങ്ങളും വെച്ച് ക്ലാസ്സിൽ ഒരു ചിത്ര പ്രദർശനം സംഘടിപ്പിക്കൂ. ഇതിൽ പറഞ്ഞിരിക്കുന്നത് രാത്രി കാലങ്ങളിൽ നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് പുറത്തേക്ക് നോക്കിയാൽ എന്തെല്ലാം കാഴ്ചകൾ കാണാം. ഇതെല്ലാം വെച്ച് ചിത്രം വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എൻ്റെ രാത്രിയും ആകാശവും എന്ന് പേര് കൊടുക്കണം. എന്നിട്ട് എല്ലാവരും വരച്ച ചിത്രങ്ങൾ ക്ലാസ്സിൽ പ്രദർശിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് നിങ്ങളുടെ ഓരോരുത്തരുടെയും വീടിൻ്റെ ജനൽ തുറന്നാൽ കാണുന്ന കാഴ്ചകൾ എന്തെല്ലാമാണ് എന്ന് വരച്ച് ക്ലാസ്സിൽ കൊണ്ടുവരണം. ഓക്കെ. പീലി, how happy is your village and the villagers? നീനു പറയാണ്, പീലി, നിൻ്റെ ഗ്രാമവും ഗ്രാമവാസികളും എത്ര സന്തുഷ്ടരാണ് എന്ന്. അതായത് എല്ലാവർക്കും പ്രത്യേകിച്ച് പരാതികളൊന്നുമില്ല, എല്ലാവരും സന്തുഷ്ടരാണ്. ഐ ജസ്റ്റ് കാൺട്ട് വെയിറ്റ് ടു ടെൽ അമ്മ അബൌട്ട് ദീസ് സൈറ്റ്സ്. എനിക്ക് ഈ കാഴ്ചകളെക്കുറിച്ച് അമ്മയോട് പറയാൻ ധൃതിയായി. അപ്പോൾ പറയാണ്, ഇപ്പം ഇന്ന് പല കാഴ്ചകളും കണ്ട് അല്ലേ, അതൊക്കെ അമ്മയോട് പറയാൻ എനിക്ക് ധൃതിയായി എന്നാണ് പറയുന്നത്. I thought city life alone has fun. That thought changed after this trip. വിക്കി പറയാണ്,
നഗരജീവിതം മാത്രം രസമാണെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇവിടെ എത്തിയപ്പോൾ ആ ധാരണ മാറി. നഗരത്തിലെ ജീവിതത്തിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് ഗ്രാമത്തിലെ അന്തരീക്ഷം എന്ന് പറയുന്നത്. അപ്പോൾ വിക്കി വിചാരിച്ചു വെച്ചിരിക്കുന്നത് നഗരത്തിൽ മാത്രമാണ് രസം എന്നായിരുന്നു. പക്ഷേ ഇവിടെ എത്തി വയലും അതുപോലെ തന്നെ കുളവും ഉത്സവവും എല്ലാം കണ്ട് ഗ്രാമത്തിലെ ജീവിതം വളരെ സന്തോഷമാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ വിക്കിക്കും ഇവിടെ ഇഷ്ടമായി. My ma has told me that my native village is also like this. ഇനി ചമേലി, എൻ്റെ നാട്ടിലെ ഗ്രാമവും ഇതുപോലൊക്കെയാണ് എന്ന് മാ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചമേലി പറയാണ്, എൻ്റെ ഗ്രാമവും ഇതുപോലൊക്കെ തന്നെയാണ്, അസമിലുള്ള അവളുടെ ഗ്രാമവും ഇതുപോലൊക്കെയാണ് എന്ന് മാ പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത്. നിങ്ങൾക്കൊപ്പം പീലിയുടെ ഗ്രാമത്തിൽ വന്ന കൂട്ടുകാർ അവരുടെ അഭിപ്രായം പങ്കുവച്ചല്ലോ. നിങ്ങൾക്കും പീലിയുടെ ഗ്രാമത്തെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടാവില്ലേ? ഗ്രാമക്കാഴ്ച നിങ്ങളെ എങ്ങനെയെല്ലാം സ്വാധീനിച്ചുവെന്ന് ഇവിടെ എഴുതി ചേർക്കൂ. Before starting the trip, you might have had different preconceived notions about Pili's village, the ways of happiness and the life of other people. You had always viewed the world through such thoughts till then, hadn't you? Didn't you give up many such preconceived notions during this journey? Didn't you gain some new experience and knowledge? Listen to Pili's friends. പീലിയുടെ ഗ്രാമത്തിലേക്ക് പുറപ്പെടും മുമ്പ് നിങ്ങൾക്കും പീലിയുടെ മറ്റു കൂട്ടുകാർക്കും സന്തോഷത്തെക്കുറിച്ചും പീലിയുടെ ഗ്രാമത്തെക്കുറിച്ചും മറ്റുള്ളവരുടെ ജീവിതത്തെക്കുറിച്ചും ധാരാളം മുൻധാരണകൾ ഉണ്ടായിരുന്നില്ലേ? അത്തരം ചിന്തകളിലൂടെയല്ലേ അതുവരെയും നിങ്ങൾ ലോകത്തെ നോക്കിക്കണ്ടത്? ഈ യാത്രക്കിടയിൽ നിങ്ങൾ പല മുൻധാരണകളും ഉപേക്ഷിച്ചില്ലേ? പുതിയ ചില അനുഭവങ്ങളും അറിവുകളും നേടിയില്ലേ? പീലിയുടെ കൂട്ടുകാർ പറയുന്നത് കേൾക്കൂ. ശരിയാണ് അല്ലേ? പീലിയുടെ ഗ്രാമത്തിലേക്ക് പോകും മുമ്പ് നമുക്കും പീലിയുടെ കൂട്ടുകാർക്കും ഒരു അഭിപ്രായം എന്താണ് എന്ന് അറിയില്ലായിരുന്നു കറക്റ്റായിട്ട് അല്ലേ? അവിടെ നന്നായിരിക്കുമോ, സന്തോഷമുണ്ടാവുമോ, അവിടെയുള്ളവരുടെ ജീവിതം എങ്ങനെയായിരിക്കുമോ എന്നൊന്നും അറിയില്ലായിരുന്നു. പക്ഷേ ഗ്രാമമാണെന്ന് പറയുമ്പോൾ അത്ര സൗകര്യം ഉണ്ടാവില്ല എന്ന് വിക്കി വിചാരിച്ചതുപോലെ നിങ്ങളിൽ ചിലരും വിചാരിച്ചു കാണും ഇല്ലേ? പക്ഷെ അവിടെ ചെന്നപ്പോൾ അവിടെ വളരെ സന്തോഷവാന്മാരാണ്. അവർ ഭക്ഷണത്തിനുള്ള പല ഭക്ഷ്യവസ്തുക്കളും തനിയെ ഉണ്ടാക്കുന്നു, കഴിക്കുന്നു, പുഴയിൽ നിന്ന് മീൻ പിടിക്കുന്നു, കുളത്തിൽ കുളിക്കുന്നു, ഉത്സവത്തിൽ പങ്കെടുക്കുന്നു, അതുപോലെ തന്നെ വയലിൽ പല കാളപൂട്ട് മത്സരം പോലെയുള്ള കളികളിൽ ഏർപ്പെടുന്നു. അപ്പോൾ അവർ വളരെ സന്തോഷവാന്മാരാണ്. അപ്പോൾ പീലിയുടെ ഗ്രാമത്തിൽ പോയി വന്നപ്പോൾ ഇതൊക്കെ മാറിയില്ലേ? അവിടെ ചെന്നപ്പോൾ വളരെ സന്തോഷവാന്മാരാണ് അവരെല്ലാം. അതുപോലെ തന്നെയാണ് പല കാര്യങ്ങളും നമ്മൾക്കറിയാത്ത, നമ്മൾ അനുഭവിച്ചറിയാത്ത പല കാര്യങ്ങളെക്കുറിച്ചും നമ്മൾക്ക് പല ധാരണകളും ഉണ്ടാകും. പക്ഷേ നമ്മൾ ആ സാഹചര്യത്തിലൂടെ പോകുമ്പോൾ നമുക്ക് അത് മാറി വരാനാണ് സാധ്യത. I thought I would be happy only with the advanced facilities in the city. Such a thought has changed. I was thinking the same as Vicky said. We had our own happiness there. I understood that there is happiness everywhere. വിക്കി പറയാണ്, നഗരത്തിലെ മുന്തിയ സൗകര്യങ്ങൾ കൊണ്ടേ സന്തോഷമുണ്ടാകൂ എന്നാണ് ഞാൻ കരുതിയിരുന്നത്. ആ ചിന്ത മാറി. വരുമ്പോൾ തന്നെ വിക്കി പറഞ്ഞത് അങ്ങനെയൊക്കെയാണ് അല്ലേ? ഫോണും ബാക്കിയുള്ള എല്ലാ സൗകര്യങ്ങളും എടുത്തിട്ടാണ് വിക്കി വന്നത്. ഭക്ഷണം വരെ പൊതിഞ്ഞു കൊണ്ടുവന്നു. അപ്പോൾ വിക്കി വിചാരിച്ചിരുന്നത് നഗരത്തിലെ മുന്തിയ സാഹചര്യങ്ങളിൽ മാത്രമേ സന്തോഷം ഉണ്ടാവൂ എന്നാണ്. പക്ഷേ ഇവിടെ വന്ന് ഒരു ദിവസമെങ്കിലും ജീവിച്ചപ്പോൾ അവന് അത് തെറ്റാണ് എന്ന് മനസ്സിലായി. വിക്കി പറഞ്ഞതുപോലെ ഞാനും ചിന്തിച്ചിരുന്നു. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ സന്തോഷം അവിടെ ഉണ്ടായിരുന്നു. എല്ലായിടത്തും സന്തോഷമുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. അത് അപ്പുവാണ് പറയുന്നത്. വിക്കി പറഞ്ഞതുപോലെ തന്നെ നഗരത്തിലാണ് സന്തോഷമെന്ന് ഞാനും വിചാരിച്ചിരുന്നു. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ സന്തോഷം അവിടെ ഉണ്ട്, പക്ഷെ എല്ലായിടത്തും സന്തോഷമുണ്ട് എന്ന് മനസ്സിലായി എന്നാണ് പറയുന്നത്. I was afraid that everyone would see me as a kid from another state and might set me aside. It has changed. I never thought I could experience these sights and enjoy. ചമേലി എന്താണ് പറയുന്നത്? എന്നെ എല്ലാവരും മറ്റൊരു നാട്ടിൽ നിന്ന് വന്ന കുട്ടിയായി കണ്ട് മാറ്റി നിർത്തുമോ എന്ന ഭയം എനിക്കുണ്ടായിരുന്നു. അത് മാറി. ചമേലിയെ ആരും അങ്ങനെ മാറ്റി നിർത്തിയില്ല. വളരെ സ്നേഹത്തോടെയാണ് പെരുമാറിയത് അല്ലേ? അതുപോലെ തന്നെ നീനു പറയാണ്, എനിക്ക് ഈ കാഴ്ചകളും സന്തോഷങ്ങളും അനുഭവിക്കാൻ കഴിയുമെന്ന് വിചാരിച്ചതേ ഇല്ലാന്ന്. കാരണം നടക്കാൻ കഴിയില്ല, വീൽ ചെയറിലാണ് സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് ഈ കാഴ്ചകളൊന്നും അനുഭവിക്കാൻ കഴിയില്ല എന്ന് കരുതിയതാണ്. പക്ഷേ നല്ലവരായ കൂട്ടുകാർ
അവളെ പീലിയുടെ ഗ്രാമത്തിലേക്ക് കൊണ്ടുപോയി പീലിയുടെ വീട്ടുകാരും പീലിയും അവളെ എല്ലാ കാഴ്ചകളും കാണിച്ചു കൊടുത്തു. അപ്പോൾ അവൾക്കും സന്തോഷമായി. These children have corrected their preconceived notions, haven't they? You too have traveled through Peely's village. What are the new pieces of information you gained during this journey? Share your experience with your friends. 4 പേരും അവരുടെ മുൻധാരണ തിരുത്തി പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? പീലിയുടെ ഗ്രാമത്തിലൂടെ നിങ്ങളും സഞ്ചരിച്ചുവല്ലോ. ഈ യാത്രക്കിടയിൽ നിങ്ങൾക്ക് എന്തെല്ലാം പുതിയ അറിവുകളാണ് ഉണ്ടായത്? നിങ്ങളുടെ അനുഭവം കൂട്ടുകാരോട് പങ്കുവയ്ക്കൂ. അപ്പോൾ 4 കൂട്ടുകാർ പറഞ്ഞത് നിങ്ങൾ കേട്ടു. അതുപോലെ തന്നെ നിങ്ങൾക്കും ഒരു അഭിപ്രായം ഉണ്ടാവില്ലേ? അത് നിങ്ങളുടെ കൂട്ടുകാരുമായി പങ്കുവയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ഡിയേഴ്സ്, അപ്പോൾ എല്ലാവർക്കും പീലിയുടെ ഗ്രാമം എന്നുള്ള ഈ പാഠം ഇഷ്ടമായില്ലേ? അപ്പോൾ എല്ലാവരും ഇതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ ആക്ടിവിറ്റീസും ചെയ്യണം. See you in next class. Thank you. Extended activities. Collect pictures showing the characteristics of rural and urban areas and prepare an album. നഗരങ്ങളും അതുപോലെ തന്നെ ഗ്രാമങ്ങളും കാണിക്കുന്ന കുറച്ച് ചിത്രമെടുത്ത് ഒരു ആൽബം പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സെക്കൻഡ്, പ്രിപ്പയർ എ വീഡിയോ ഡോക്യുമെൻ്ററി വിത്ത് ദ സപ്പോർട്ട് ഓഫ് യുവർ ടീച്ചർ ഇൻക്ലൂഡിംഗ് ദ സോഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് യുവർ ലൊക്കാലിറ്റി. ടീച്ചറുടെ സഹായത്തോടുകൂടി നിങ്ങളുടെ സമൂഹത്തിലുള്ള പല ആളുകളെയും പരിചയപ്പെടുത്തുന്ന ഒരു ഡോക്യുമെൻ്ററി തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. തേർഡ്, ഓർഗനൈസ് എ സെമിനാർ ഓൺ ദ ടോപ്പിക് ഫൺ ഇൻ മൈ ലൊക്കാലിറ്റി. ദ സെമിനാർ ടോപ്പിക് ഷുഡ് കവർ environment, food habits, agriculture, market, games and playgrounds, celebrations, sights at night. സെമിനാർ തയ്യാറാക്കണം. അതിൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് ഫൺ ഇൻ മൈ ലൊക്കാലിറ്റി, എൻ്റെ ലൊക്കാലിറ്റിയിലെ ഫൺ. അതെന്തൊക്കെയാണ് ടോപ്പിക് എന്ന് പറയുന്നത്? എൻവയോൺമെൻറ്റ്, പരിസ്ഥിതി, ഫുഡ് ഹാബിറ്റ്സ്, അഗ്രികൾച്ചർ, കൃഷി, മാർക്കറ്റ്, ഗെയിംസ് ആൻഡ് പ്ലേ ഗ്രൗണ്ട്സ്, പിന്നെയോ സെലിബ്രേഷൻസ്, ആഘോഷങ്ങൾ, സൈറ്റ്സ് അറ്റ് നൈറ്റ്, രാത്രിയിലെ കാഴ്ചകൾ. ഇതൊക്കെയാണ് അതിൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത്.